പി.വി. അൻവർ കുടുംബത്തിനും വ്യക്തിപരമായും ഗുരുതര ആരോപണം ഉന്നയിച്ചതോടെ സ്വയം പ്രതിരോധിക്കേണ്ട അവസ്ഥയിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി. അൻവറിന്റെ ഗുരുതര ആരോപണത്തിന് പിന്നാലെ പാർട്ടിയെയും വർഗ ബഹുജന സംഘടനകളെയും രംഗത്തിറക്കി പ്രതിരോധം തീർക്കാൻ മുഖ്യമന്ത്രിക്ക് സമർത്ഥമായി കഴിഞ്ഞു. എന്നാൽ വ്യാഴാഴ്ച അൻവർ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തും വരെ അതായിരുന്നില്ല സ്ഥിതി. അൻവറിന് മറുപടി പറഞ്ഞുകൊണ്ടുള്ള പത്രസമ്മേളനത്തിനും പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയെയും പാർട്ടി വൃത്തങ്ങളിൽ ചലനമുണ്ടാക്കാതെ പോയത് അൻവറിന്റെ ഗുരുതരമായ ആരോപണത്തോടെ പരിഹരിച്ചെടുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു. തന്റെ നേർക്ക് അൻവർ എം.എൽ.എ. ഉന്നയിച്ച ആക്ഷേപങ്ങളെ പ്രതിരോധിക്കേണ്ട എല്ലാ ഉത്തരവാദിത്വവും പാർട്ടി നേതൃത്വത്തിന്റെ ചുമലിലിട്ടുകൊണ്ട് മുഖ്യമന്ത്രി കൈകഴുകി. ലാവ്ലിൻ അഴിമതി ആരോപണം വന്ന കാലം മുതൽ തന്നെ പിണറായി സ്വീകരിക്കുന്ന തന്ത്രപരമായ സമീപനമാണിത്. പാർട്ടി സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്നത് കൊണ്ടാണ് ഈ ആക്ഷേപങ്ങളെല്ലാം ഏൽക്കേണ്ടി വരുന്നതെന്നും അപ്പോൾ തനിക്കെതിരെ നടക്കുന്ന ആക്രമണം പാർട്ടിക്ക് നേരെ ഉള്ളതാണെന്നും സ്ഥാപിച്ചുകൊണ്ടായിരുന്നു അന്നൊക്കെ പിണറായി വിജയൻ തനിക്കെതിരെ വരുന്ന ആക്ഷേപങ്ങളെ ചെറുക്കാൻ പാർട്ടിയെ കളത്തിലിറക്കി പോന്നിരുന്നത്. എന്നാൽ പി.വി. അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ കാലങ്ങളായി പാർട്ടിയിലുള്ളവർ പറയുന്നതും പറയാൻ ആഗ്രഹിക്കുന്നതുമായിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടിയെ ആദ്യമേ കളത്തിലിറക്കുന്ന തന്ത്രം വിലപ്പോയിരുന്നില്ല. മാത്രമല്ല, പത്രസമ്മേളനത്തിനും പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയ്ക്കും ഒന്നും പ്രവർത്തകർക്കിടയിൽ വലിയ ഓളം സൃഷ്ടിക്കാനും കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് മകൾക്കും മരുമകനും വേണ്ടിയാണ് അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതെന്ന ആക്ഷേപം അൻവർ ഉയർത്തുന്നത്. ഇതോടെ മുഖ്യമന്ത്രിക്ക് പിന്നിൽ അണിനിരക്കുകയല്ലാതെ വേറെ മാർഗമില്ല എന്ന നിലയിലേക്ക് പാർട്ടിയും എത്തി. നേരത്തെ സംശയിച്ചതുപോലെ തന്നെ അൻവർ മുൻകൂട്ടി തയ്യാറാക്കിയ അജണ്ടയ്ക്കൊത്താണ് കാര്യം നീക്കുന്നതെന്നും അൻവറിന്റെ ആക്ഷേപങ്ങൾ പാർട്ടിക്കും മുന്നണിക്കും എതിരാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ പാർട്ടിയെ ഒന്നടങ്കം കളത്തിലിറക്കാനുള്ള വഴി തുറക്കുകയും ചെയ്തു. എന്നാൽ തന്നെ സംശയത്തിന്റെ നിഴലിലാക്കിക്കൊണ്ട് സ്വർണ്ണക്കടത്ത് ഹവാല ബന്ധം ആരോപിച്ച പശ്ചാത്തലത്തിൽ പി.വി. അൻവറിന് മുഖ്യമന്ത്രിക്കെതിരെ തിരിയുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ലായിരുന്നു. പ്രതിപക്ഷം പോലും പറയാൻ മടിച്ച ആക്ഷേപങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ ചൊരിഞ്ഞുകൊണ്ട് ഇരട്ടച്ചങ്കനെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുഖ്യമന്ത്രിയെ ഇളക്കാനും പി.വി. അൻവറിന് കഴിഞ്ഞു. നിരന്തരമുള്ള പത്രസമ്മേളനങ്ങളിലൂടെ അൻവർ പോലീസിനെ ഉന്നതർക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരെ പരാതികൾ ഉന്നയിച്ച രീതി തെറ്റാണെന്ന് വിലയിരുത്തി പാർട്ടി സെക്രട്ടറിയും നേതാക്കളും അത് പരസ്യമാക്കിയിട്ടും പാർട്ടി പ്രവർത്തകരിൽ നിന്നും താഴെത്തട്ടിൽ നിന്നുമുള്ള നേതാക്കളിൽ നിന്നും അൻവറിന് വലിയ പിന്തുണ ലഭിച്ചിരുന്നു. കാരണം പാർട്ടി വേദികളിൽ കാലങ്ങളായി മുഴങ്ങിക്കേൾക്കുന്ന ആക്ഷേപങ്ങളായിരുന്നു അതെല്ലാം. അന്വേഷണ നീക്കങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് അൻവർ വീണ്ടും രംഗത്തിറങ്ങിയപ്പോൾ അതിന് മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കളത്തിലിറങ്ങേണ്ടി വന്നു. അതുവരെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് നേരെ മാത്രമായിരുന്ന ആരോപണങ്ങൾ തന്റെ നേർക്കും വരുന്നുവെന്ന് മനസ്സിലാക്കിയാണ് നീണ്ട മൗനത്തിന് ശേഷം മുഖ്യമന്ത്രി വാ തുറന്നത്. അൻവറിന്റെ ആക്ഷേപങ്ങൾക്ക് നല്ല മറുപടി നൽകിയെന്ന പ്രതീതി സൃഷ്ടിച്ചുവെങ്കിലും RSS നേതാക്കളുമായി ADGP നടത്തിയ കൂടിക്കാഴ്ച തെറ്റാണെന്ന് പറയാൻ കൂട്ടാക്കാത്തതുകൊണ്ട് പാർട്ടിക്കകത്ത് വലിയ ചലനമുണ്ടാക്കാൻ പത്രസമ്മേളനത്തിനുമായില്ല. സ്വർണ്ണക്കടത്ത് ബന്ധമെന്ന ദുസൂചനയിൽ പ്രകോപിതനായ അൻവർ രൂക്ഷമായ പ്രതികരണവുമായി വന്നതോടെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ കൊണ്ട് പ്രസ്താവന ഇറക്കാനും മുഖ്യമന്ത്രിക്കായിരുന്നു. എന്നാൽ മൃദുസ്വരത്തിലുള്ള സെക്രട്ടേറിയറ്റിന്റെ വഴിപാട് പ്രസ്താവനയും പാർട്ടിയിൽ വലിയ തോതിൽ സ്വീകരിക്കപ്പെട്ടില്ല. കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അൻവർ മരുമകനെ കൂടി ചാരി മുഖ്യമന്ത്രിക്ക് നേരെ തിരിയുന്നത്. എന്നാൽ അത് ഒരു തരത്തിൽ അനുഗ്രഹമായ അവസ്ഥയിലേക്ക് എത്തിക്കാനായതിന്റെ ആശ്വാസത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുള്ളത്.